hello, welcome back to my channel. Hope you're all doing good and great. It's been a long time അല്ലേ കുറേ ദിവസത്തിന് ശേഷം ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ലോങ് വീഡിയോ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഇത് ലോങ് വീഡിയോ ആണ്. നോർമലി ഞാൻ ഷോർട്സാണ് അപ്ലോഡ് ചെയ്യാറ്, ബട്ട് ഇറ്റ്സ് എ ലോങ് വീഡിയോ. സോ ഫുള്ള് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇത് ആക്ച്വലി ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ്, ബട്ട് ഞാൻ പറഞ്ഞല്ലോ മടി കാരണം ഇടാറില്ല. ഞാൻ കുറേ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാനും കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്യാറൊക്കെ ഉണ്ട്, പക്ഷെ മടി കാരണം അത് എഡിറ്റ് ചെയ്ത് ഇടാൻ എനിക്ക് പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാണ്. അപ്പം എനിക്ക് ഇനിയൊരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് എങ്ങനെയെങ്കിലും ക്ലീൻ ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഐ തോട്ട് ലൈക്ക് ഈ ഒരു വീഡിയോ എന്തായാലും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാന്നുള്ളത്. ഇത് ആക്ച്വലി എൻ്റെ റാൻഡം ഈവനിങ് വ്ളോഗാണ്. റാൻഡം വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഇത് അങ്ങനെയും ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്ലിപ്സ് ഉണ്ടാവുക. എല്ലാ ക്ലിപ്സ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ തട്ടിക്കൂട്ടിയതാണ്. എനിവേ, സോ ആസ് യൂഷ്വൽ ഈവനിങ് നമ്മൾ കോൾഡ് കോഫി അതിൻ്റെ കൂടെ മാഗി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയത് അനിയന് കൂടെ ആയിരുന്നു. അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. ആൻഡ് തിരിച്ച് വന്ന പാടെ ഞാൻ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പാടെ ഇപ്പോൾ കറൻറ്റ്ലി എനിക്ക് തുടങ്ങിയൊരു ഒബ്സഷനാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നുമല്ല, എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് കുഞ്ഞു ജേർണലിംഗ്. പക്ഷേ അത് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് കാണുമ്പം. ആൻഡ് കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ് ജേർണലിംഗ് ചെയ്യാൻ ഒരുപാട് സ്റ്റെപ്സ് വേണമെന്ന്. ഒരിക്കലല്ല, നമ്മൾ കയ്യിലുള്ള സ്റ്റെപ്സ് വെച്ചിട്ട് കുഞ്ഞു മെമ്മറീസ് നമ്മൾ ഷോക്കേസ് ചെയ്ത് വെക്കുക. അതിനെ നമ്മൾ ജേർണലിംഗ് ഉദ്ദേശിക്കുന്നുള്ളൂ. ആൻഡ് ഇപ്പം ഞാൻ കറൻറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജങ്ക് ജേർണലിംഗ് ആണ്. അതായത് നമ്മൾ കഴിച്ച സാധനം, അതല്ലെങ്കിൽ നമ്മൾ കഴിച്ചതിൻ്റെ ബില്ല്, റെസിപ്റ്റ്സ്, അതല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് സംഭവം നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ഈ ജേർണലിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ കയ്യിൽ കുറച്ച് സ്കെച്ചും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. ജേർണലിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നല്ല ഗീ റൈസും അതിലോട്ട് നമുക്ക് ബീഫിൻ്റെ ഒരു കറിയും ആൻഡ് ഉള്ളിൻ്റെ ഒരു അച്ചാറും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ റൂമിലോട്ട് വന്ന് കിടക്കാനുള്ള കാര്യങ്ങൾ നോക്കി. ആൻഡ് യൂഷ്വലി ഞാൻ ചെയ്യുന്നത് സ്കിൻ കെയർ, ലൈക്ക് ജസ്റ്റ് ടോണർ, മോയ്സ്ചറൈസർ ആൻഡ് ലിപ് ബാം അതുകൊണ്ട് അപ്ലൈ ചെയ്തു. ആൻഡ് ദാറ്റ്സ് ഓൾ. ആൻഡ് അത്രയേ ഉള്ളൂ നമ്മൾ ഈവനിങ് വ്ളോഗ്. ആൻഡ് ഇഫ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ്.